ഹലോ മുത്തുമണീസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, ലൈഫ് അടിച്ചു പൊളിക്കുക. ഞാൻ ലൈഫിൻ്റെ ഓരോ സ്റ്റേജും വളരെ എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. അപ്പം നിങ്ങളും അതുപോലെ ലൈഫിൻ്റെ ഓരോ ദിവസവും വളരെ എൻജോയ് ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുക. ഇത് നമ്മുടെ നാട്ടിൻപുറമാണ് കേട്ടോ. ഇങ്ങനത്തെ വഴിയിലൂടെയൊക്കെ ഒരുപാട് പേര് കുട്ടിക്കാലത്തൊക്കെ പോയ ഓർമ്മകളൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോഴും ഇങ്ങനത്തെ വഴിയിലൂടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ കുട്ടിക്കാലത്ത് ഇങ്ങനത്തെ വഴിയിലൂടെ പോയ ഓർമ്മകളിൽ ഇപ്പോൾ സിറ്റി താമസിക്കുന്ന ഒരുപാട് പേർക്ക് ഇതൊരു നൊസ്റ്റു ആയിരിക്കും അല്ലേ, ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 1990, 80, 90 കാലഘട്ടങ്ങളിലൊക്കെ ഇങ്ങനത്തെ ഒരുപാട് വഴികൾ ഉണ്ടാവുമായിരുന്നു. ഇപ്പം ഏകദേശം എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ സിറ്റി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനത്തെ വഴികളൊക്കെ കാണുന്നത് അപൂർവമാണ്. അപ്പം ഇങ്ങനത്തെ വഴികളൊക്കെ കാണാൻ കഴിയാതെ സിറ്റി താമസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെ കുട്ടിക്കാലത്തെ കുറേ ഓർമ്മകളിലൊക്കെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും നൊസ്റ്റു അടിക്കും. അപ്പം തനി ഗ്രാമത്തിലാണ് ഞാൻ താമസിക്കുന്നത്. പത്തനംതിട്ട എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, എല്ലാവരുടെയും പച്ചപ്പും ഹരിതാവും അങ്ങനത്തെ സംഭവം ഒക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവമാണ്. അപ്പോൾ എന്താ പറയുക, ഇങ്ങനത്തെ നാട്ടുവിശേഷങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും എൻ്റെ വ്ളോഗിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചാനലാണ് എന്ത് ചെയ്യണം, എപ്പോഴും പറയേണ്ട ആവശ്യമുണ്ടോ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോക്കുള്ള പോകാം. അപ്പളും പണ്ട് നമ്മൾ ഈ പച്ച കുത്തുന്നതിന് പകരമായിട്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ചെടിയുണ്ട്. ഒരു ചെടിയാണോ എന്തൊരു ഇതാണ് ആ സംഭവം, എന്തിൻ്റെ പേരൊന്നും എനിക്കറിയാൻ മേല. പക്ഷെ ആ സാധനം നമ്മളിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ അടിക്കുമായിരുന്നു. അടിക്കുമ്പം അവിടെ ഇങ്ങനെ ആ ഒരു ചെടിയുടെ ഇങ്ങനെ പാടിങ്ങനെ വരുമായിരുന്നു. പണ്ടത്തെ കാലത്തെ കുഞ്ഞുങ്ങളുടെ പച്ചകുത്തലാണത്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എത്ര പേർക്ക് ഇങ്ങനെ പച്ചകുത്തിയിട്ടുള്ള അനുഭവം ഉണ്ട്? സോ അങ്ങനെയുള്ള ഒരു കമൻറ്റ് ചെയ്യണം. ഞാൻ സാധനം കാണിച്ചു തരാം. ഇതുണ്ടോ ഈ ഒരു സംഭവമാണ് നമ്മൾ പണ്ട് ഇങ്ങനെ കൈ വെച്ച് അടിച്ചിട്ട് ഇങ്ങനെ ഒരു പച്ച കുത്തിയതുപോലെ ഈ ഒരു സംഭവം ആക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ ഈ ഒരു സാധനം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൈ വയ്ക്കും. ഇങ്ങനെ കൈ വെച്ചിട്ട് കുട്ടിക്കാലത്ത് ഇങ്ങനെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ കൈ വയ്ക്കും. എന്നിട്ട് ഇങ്ങനെ അടിക്കും. ഇങ്ങനെ അടിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ പാട് വരുമായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പാടൊന്നും വരുന്നില്ല, നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റത്തില്ല. ചെറിയ രീതിയിലുള്ള പാടുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ പണ്ട് കാലത്ത് ഇത് നനഞ്ഞുകൊണ്ടാണ് ഇത് ഉണങ്ങിയിരിക്കണം. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള പാടുകൾ വരുമായിരുന്നു. അങ്ങനെ ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. അങ്ങനെ ചെയ്തവർ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അതൊക്കെ കഴിഞ്ഞ ശേഷം എനിക്ക് ചെറിയൊരു ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോഴാണ് നമ്മൾ ഏത്തക്ക കണ്ടത്. ഏത്തക്ക 5 കിലോയ്ക്ക് 200 രൂപ. അത് ഒത്തിരി ലാഭമായിട്ട് തോന്നി. വീട്ടിൽ വൈകുന്നേരത്തിന് സ്നാക്സിനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം വിചാരിച്ചു എന്തായാലും ഏത്തക്ക മേടിച്ചിട്ട് കൊണ്ടുപോയി വറുക്കാമെന്ന് ഓർത്തു. വറുത്ത് കഴിഞ്ഞാൽ കുറേ ദിവസം വൈകുന്നേരം ചായക്ക് സ്നാക്സായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പം ചേർത്തു. അങ്ങനെ 5 കിലോ ഏത്തക്ക ഞാനും മേടിച്ചു, 5 കിലോ ഏത്തക്ക അവനും മേടിച്ചു. 200 രൂപയ്ക്ക് 5 കിലോ ഏത്തക്ക വളരെ ലാഭമാണ്. കാരണം റാന്നിയിലാണെങ്കിൽ ഈ ഒരു പൈസയ്ക്കൊന്നും നമുക്ക് ഇത്രയും 5 കിലോ ഒന്നും ഒരിക്കലും കിട്ടത്തില്ല, സ്വപ്നങ്ങളിൽ മാത്രമാണ്. റാന്നി പിന്നെ എന്തൊരു കാര്യത്തിനും നല്ല വിലയാണ്. കാരണം റാന്നി ഒരു സൈഡ് പകുതിയും മുക്കാൽ ആൾക്കാരും കോടീശ്വരന്മാരാണ് താമസിക്കുന്നത്. എല്ലാം വിദേശത്തുള്ള ആൾക്കാരാണ്. ഒരു സൈഡിൽ മാത്രമേ പാവപ്പെട്ട കുറച്ച് പേര് താമസിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം റിച്ച് ടീംസാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് അവൻ വരാലിനെ വളർത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഈയിടെ തുടങ്ങിയതാണ്. അപ്പോൾ അതിനുള്ള കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. അപ്പോൾ അതും മേടിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, റാന്നിയിലെ എല്ലാ കാര്യത്തിനും ഭയങ്കര അധികം പൈസ അധികമാണ് മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച്. ഇപ്പോൾ റാന്നിയിൽ നിന്ന് നമ്മൾ പച്ചക്കറി മേടിക്കുമ്പോഴും അതേ പച്ചക്കറി എരുമേലിയിൽ നിന്ന് മേടിക്കുമ്പോഴും ഭയങ്കര ഡിഫറൻസ് ആണ് റൈറ്റിൽ. ഞാൻ ഓരോ സാധനം മേടിക്കുമ്പോഴും അതിൻ്റെ റൈറ്റ് കറക്റ്റ് ചോദിച്ച് നല്ലത് നോക്കി മാത്രമേ എടുക്കത്തുള്ളൂ. കൂട്ടുകാരൻ പറയും, നീ എന്താ പ്രായം ചെന്ന ആൾക്കാരോട്ട് ഇതെന്താ ഇങ്ങനെ എടുക്കുന്നത് ചോദിക്കും. ഞാൻ പറയാറില്ല, നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് നമുക്ക് നല്ല സാധനങ്ങൾ കിട്ടണം, അതിന് നമ്മൾ നോക്കി തന്നെ എടുക്കണം. പിന്നെ എല്ലാ സാധനത്തിൻ്റെയും റൈറ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം പലപ്പോഴും ഞാൻ എരുമേലിയിൽ തന്നെയാണ് സാധനങ്ങൾ മേടിക്കുന്നത്. കാരണം അവിടെ റൈറ്റ് വളരെ കുറവാണ് റാന്നിയെ അപേക്ഷിച്ച്. അപ്പോൾ ഇന്നൊക്കെ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി നിങ്ങൾ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ലവ് യു, ടാറ്റ, ബൈ. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.